കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ഇന്ന് സമ്മേളനം ആരംഭിക്കുന്നത്. ഇന്ന് രാവിലെ കൃത്യം 9 മണിക്ക് തന്നെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങും. ഏറെ പ്രാധാന്യമുള്ള ഒരു ബജറ്റ് സമ്മേളനം കൂടിയാണ് ഈ വർഷത്തിലേത്. കാരണം കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന, പ്രത്യേകിച്ച് സാമ്പത്തികപരമായി ഞെരുക്കുന്ന ഒരു അവസ്ഥ, ഇതിനൊക്കെ ഇതായി കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിടുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് എങ്ങനെയാണ് അതിനെ പ്രതിരോധിച്ചു ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. ഫെബ്രുവരി 5-നാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത്. സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ തന്നെ സഭയിൽ ചർച്ചയാകും. നിരവധി വിഷയങ്ങൾ അതൊക്കെ തന്നെ സഭയിൽ ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടി ഇന്ന് ബജറ്റ് സമ്മേളനം ആരംഭിച്ചാലും ഇനിയുള്ള 3 ദിവസങ്ങൾ 26, 27, 28 തുടങ്ങിയ ദിവസങ്ങളിൽ സമ്മേളനം ഉണ്ടാകില്ല. കാരണം നാളെ റിപ്പബ്ലിക് ദിനമാണ്. പിന്നീട് ശനിയും ഞായറുമൊക്കെ ആയതിനാൽ ഇനിയുള്ള 3 ദിവസം ബജറ്റ് സമ്മേളനം ഉണ്ടാകില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ച 29, 30, 31 തീയതികളിലാണ് നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി 5-നാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി. നിർഭനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിർഭൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ എല്ലാവരുടെയും കണ്ണുകൾ ഇനി നിയമസഭയിലായിരിക്കും. എന്തൊക്കെയാണ് സഭയിൽ നടക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആകും ഏവരും ഉറ്റുനോക്കുകയല്ലേ. പ്രധാനമായും ബജറ്റ് സമ്മേളനമാണ്. ഏറെ പ്രാധാന്യമുള്ള ഒരു ബജറ്റ് സമ്മേളനം കൂടിയാണ് ഈ വർഷത്തിലേത്. എന്തൊക്കെയാണ് അതിന്റെ മറ്റ് വിശദാംശങ്ങൾ, അതിന്റെ സമ്മേളനത്തിന്റെ ക്രമീകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ശരിയാണ് കീർത്തി. 15ാം നിയമസഭയുടെ 10ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നു. നേരത്തെ കീർത്തി സൂചിപ്പിച്ചതുപോലെ നയപ്രഖ്യാപനത്തോടെ തുടങ്ങുന്ന സമ്മേളനം ഈ വർഷത്തെ പുതുവർഷത്തെ ആദ്യ സഭാ സമ്മേളനം എന്ന പ്രത്യേകത, ഒപ്പം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സമ്മേളനം, ബഡ്ജറ്റ് സമ്മേളനം, ഈ വക പ്രത്യേകതകളൊക്കെ തന്നെ ഈ സമ്മേളനത്തിന് ഉണ്ട് എന്നതാണ്. 9 മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപനത്തോടുകൂടി സഭാ സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. മാർച്ച് മാസം അവസാനം വരെ നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഡ്ജറ്റ് തന്നെയാണ്. അടുത്ത മാസം 5-ാം തീയതിയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. നയപ്രഖ്യാപനത്തെ സംബന്ധിച്ച അടുത്ത 3 ദിവസക്കാലം ഇന്ന് നയപ്രഖ്യാപനം നടത്തിയാൽ 26, 27, 28 തീയതികളിൽ സഭാ സമ്മേളനമില്ല. നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ച നടക്കുക 29, 30, 31 തീയതികളിലാണ്. ബഡ്ജറ്റ് ഈ അടുത്ത മാസം 5-ാം തീയതി ധനമന്ത്രി അവതരിപ്പിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ബഡ്ജറ്റിന്മേലുള്ള ചർച്ച ഫെബ്രുവരി 12 മുതൽ 14 വരെ ചർച്ച നടക്കും. മാർച്ച് 27 വരെ നീണ്ടു നിൽക്കുന്നൊരു സഭാ സമ്മേളനം എന്ന ഏറ്റവും വലിയ പ്രത്യേകത കൂടിയുണ്ട്. ഒരു കാര്യം, ഈ സമ്മേളന കാലയളവിൽ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലേക്ക് പോകുന്നൊരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളുടെ വലിയ തരത്തിലുള്ള, ഇരുപക്ഷത്തിൻ്റെയും വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ഈ സമ്മേളനം വേദിയാവുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം സഭയ്ക്ക് പുറത്ത് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ പ്രതിഷേധം സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരാനാണ് സ്വാഭാവികമായും പ്രതിപക്ഷം ശ്രമിക്കുക. നവകേരള സദസ്സടക്കമുള്ള വിപുലമായ പരിപാടികളുടെ സംഘാടനത്തിനു ശേഷം ജനങ്ങളുമായി കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയപരമായ വലിയ ക്യാമ്പയിൻ പൂർത്തിയാക്കിയ ശേഷമാണ് ഭരണപക്ഷം സഭയ്ക്കുള്ളിലെത്തുന്നത്. അതുകൊണ്ട് ഈ കേരളത്തിൽ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച രാഷ്ട്രീയ നിലപാട് സഭയ്ക്കുള്ളിൽ തന്നെ ഭരണപക്ഷം ഉയർത്തിക്കാട്ടും. പക്ഷേ ഈ സമരത്തിനൊപ്പം ദില്ലിയിലേക്ക് പ്രക്ഷോഭത്തിലേക്കടക്കം ഈ പറഞ്ഞ സാമ്പത്തിക നിലപാടിനെതിരെ, കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനത്തിനെതിരെ ദില്ലിയിലേക്ക് സർക്കാർ പോകുമ്പോൾ ഒപ്പം പ്രതിപക്ഷത്തെ ക്ഷണിച്ചിരുന്നു. അതിൽ പ്രതിപക്ഷം ആ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ സമീപനം ആർക്കൊപ്പം എന്ന ചോദ്യമായിരിക്കും ഭരണപക്ഷം ചോദിക്കുക. മറിച്ച് മറ്റു ചില കണക്കുകളാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ആ കണക്കുകൾ ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാനത്തിൻ്റെ കെടുകാര്യസ്ഥതയുണ്ട് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ വാദപ്രതിവാദങ്ങൾക്കും വലിയ തരത്തിലുള്ള പുറത്തു നടക്കുന്ന വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് നിയമസഭ കൂടി സാക്ഷിയാവുമെന്ന് തന്നെ കരുതേണ്ടി വരും. ഈ ബഡ്ജറ്റ് സമ്മേളനത്തിൻ്റെ ഏറ്റവും നിർണായകമാക്കുന്നത് ഞാൻ നേരത്തെ മുഖവരയായി സൂചിപ്പിച്ച പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുൻപായി പോകുന്ന സമ്മേളനമാണ് എന്നതാണ്. കേന്ദ്രത്തിൻ്റെ സാമ്പത്തികമായി കേരളത്തെ പൂർണ്ണമായി വരിഞ്ഞു മുറുക്കുന്ന താർക്കാനുള്ള കേന്ദ്രത്തിൻ്റെ അവഗണന ഒരു വശത്തുണ്ട്. അതിൻ്റെ പരിമിതിക്ക് ഉള്ളിൽ
മുന്നിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാനം ഒരു ബഡ്ജറ്റിലേക്ക് കടക്കുന്നത്. അത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ടുള്ള ഒരു ബഡ്ജറ്റ് സമ്മേളനം കൂടിയാകുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ട് ഈ വരുന്ന മാർച്ച് 27 വരെ നീണ്ടു നിൽക്കുന്ന ഈ സഭാ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം എപ്പോൾ എത്തും എന്ന കാര്യത്തിലുള്ള കൗതുകവുമുണ്ട്. അത് പലതരത്തിലുള്ള തീയതികൾ വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയിലേക്ക് പോകുന്നു. ബഡ്ജറ്റ് സമ്മേളനം പാർലമെൻറ്റിൽ കഴിഞ്ഞാൽ തന്നെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്ന ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന കാലയളവിൽ തന്നെ പ്രതിപക്ഷം സമരാഗ്നി എന്ന പേരിൽ പ്രതിപക്ഷത്തിൽ നിന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പമുള്ള ഒരു ജാഥയും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സഭാ സമ്മേളനത്തിൻ്റെ കാലാവധിയിൽ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ജാഥ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് ബഡ്ജറ്റ് തീയതി മാറ്റി തീരുമാനിക്കണമെന്ന നിർദ്ദേശം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ കക്ഷി നേതാക്കൾ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യോപദേശ സമിതി യോഗം ചേർന്നായിരിക്കും തീയതികളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ തീരുമാനിക്കുക. അതുകൊണ്ട് വലിയ പ്രാധാന്യമുള്ള ഒരു സഭാ സമ്മേളനത്തിലാണ് കേരളം സാക്ഷിയാകാൻ പോകുന്നത്, നിയമസഭ സാക്ഷിയാകാൻ പോകുന്നത്. ഇന്ന് 9 മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപനം നടത്തും. മാർച്ച് മാസം 5-ാം തീയതിയാണ് അടുത്ത മാസം 5-ാം തീയതിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക. കീർത്തി. ശരി, വ്യക്തമാണ്. ധനുഭനാണ് കൂടുതൽ വിവരങ്ങൾ.